ഇന്ന് സാറിൻ്റെ രണ്ട് പുതിയ ശ്ലോകങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പരമപ്രധാനമായ നമ്മളെ ക്ഷേത്രങ്ങൾ ഒന്നുമില്ലാത്ത അമ്പലങ്ങൾ, ഇത് കെട്ടിടങ്ങൾ ഒന്നുമില്ലാത്ത ക്ഷേത്രമെന്ന് കരുതാൻ കഴിയാത്ത മഹാക്ഷേത്രം ഓച്ചിറ. അതായിരിക്കും ഇന്നത്തെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ വിവരണം. നമുക്ക് സാറ് അതെങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നു എന്ന് കേൾക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. രാധ. ഗുരുഭ്യോ നമ. ഓം വിദ്യാധിരാജായ നമ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമ പൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. വിദ്യാധിരാജായ നമഃ. 27ാമത്തെ ശ്ലോകം. ചിത്തം നിത്യം നരീതർത്വഖില ജഗദധിഷ്ഠാന കാഷ്ടൈകനിഷ്ഠേ സച്ചിൽ സൗഖ്യൈകരസ്യേ അപരികലിത ചിദാകാശ വിസ്ഫൂർത്തി മാത്രേ സർവാത്മന്യോച്ചിരാഖ്യേ അദ്വയ പരഭണിതം ശ്രൗതമുദ്യോദയദ്യദ്ഭാദീവസ്മിൻ പരേ ദൈവത ഇഹ നിരൂപാഖ്യാകൃതി ബ്രഹ്മരൂപേ. നമസ്കാരം. ചിത്തം നിത്യം നരീനർത്വഖില ജഗദധിഷ്ഠാന കാഷ്ടൈകനിഷ്ഠേ സച്ചിത് സൗഖ്യൈകരസ്യേ അപരികലിത ചിദാകാശ വിസ്ഫൂർത്തി മാത്രേ സർവാത്മന്യോച്ചിറാഖ്യേദ്വയ പരഭണിതം ശ്രൗതമുദ്യോദയദ്യത് ഭാദീവസ്മിൻ പരേ ദൈവത ഇഹ നിരുപാഖ്യാകൃതി ബ്രഹ്മരൂപേ. ചിത്തം നിത്യം നരീനർത്തു അഖില ജഗദധിഷ്ഠാന കാഷ്ടൈക നിഷ്ഠേ സച്ചിത് സൗഖ്യൈകരസ്യേ അപരികലിത ചിദാകാശ വിസ്ഫൂർത്തി മാത്രേ സർവാത്മനി ഓച്ചിറാഖ്യേ അദ്വയ പരഭണിതം ശ്രൗതം ഉദ്യോതയത് യത് ഭാതി ഇവ അസ്മിൻ പരേ ദൈവതേ ഇഹ നിരുപാഖ്യാകൃതി ബ്രഹ്മരൂപേ എന്ന് ഇതിന്റെ സന്ധിച്ഛേദം. അഖില ജഗദധിഷ്ഠാന കാഷ്ടൈക നിഷ്ഠേ അപരികലിത ചിദാകാശ വിസ്ഫൂർത്തി മാത്രേ സച്ചിത് സൗഖ്യൈകരസ്യേ ഓച്ചിറാഖ്യേ സർവാത്മനി അദ്വയ പരഭണിതം ശ്രൗതം ഉദ്യോദയത് യത് ഭാതി ഇവ ഇഹ നിരുപാഖ്യാകൃതി ബ്രഹ്മരൂപേ അസ്മിൻ പരേ ദൈവതേ ചിത്തം നിത്യം നരീനർത്തു. ചിത്തം നിത്യം നരീനർത്തു. എന്റെ ചിത്തം നിത്യം നരീനർത്തു, എല്ലാ ദിവസവും സാതിശയമായി നർത്തനം ചെയ്യട്ടെ. നൃത്യതൂന്നല്ല, നരീനർത്തു. നരീനർത്തു എന്ന് പറയുമ്പോ അവിടെ യങ്ങന്തമായിട്ടുള്ള രൂപമാണ്, യങ് ലുക്ക് അന്തമായിട്ടുള്ള പദമാണ് അത്. അപ്പോ അതിന് യങ് ലുക്ക് ആകുമ്പോ യങ് പ്രത്യയം ചേർക്കുമ്പോ അതിന് അർത്ഥം വരുന്നത് പൗനഃപുന്യം, പുനഃ പുനഃ, വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ ഭൃശാർത്ഥം, ഭൃശം. ഭൃശം എന്ന് പറഞ്ഞാൽ അത്യധികമായിട്ട്. അപ്പൊ ഒന്നുകിൽ വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ അത്യധികം, അത്യധികമായി നൃത്തം ചെയ്യട്ടെ
അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച്, അതായത് പൗനഃപുന്യന, വീണ്ടും വീണ്ടും അതിൽ തന്നെ നർത്തനം ചെയ്യട്ടെ എന്റെ ചിത്തം. അപ്പോ ഈ ചിത്തം എന്ന് പറയുമ്പോൾ അന്ധകരണ വൃത്തികളിൽ ഒന്നാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അപ്പൊ ചിത്തത്തിന് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സംശയോ നിശ്ചയോ ഗർവ സ്മരണം. സ്മരണമാണ് ചിത്തത്തിന് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്, സ്മരണമാണ്. അപ്പോ വീണ്ടും വീണ്ടും അതിനെ സ്മരിക്കുമാറാകട്ടെ. എന്തിനെയാണ് സ്മരിക്കുമാറാകേണ്ടത്? ആ പരമമായ ദൈവതത്തെ. അസ്മിൻ പരേ ദൈവതേ, ഈ പരമമായ ദൈവതത്തിൽ എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും ഭൃശം അത്യധികമായി രമിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, അതിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ആ സ്മരണം തന്നെ അതിന് മതി. ആ സ്മരിക്കുക എന്ന് പറയുമ്പോ എന്താണ്? അതിനെ അനുഭവിച്ച ആ പൂർണ്ണമായ തീവ്രതയിലാണ് അത് സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ അതിനെ സ്മരിക്കണം. എങ്ങനെയുള്ളതാണ് ഈ ദൈവതം എന്ന് പറയുന്നു? ഇഹ, ഇവിടെ, ഈ ഓച്ചിറാഖ്യമായിരിക്കുന്ന ഈ ദേവാകാരത്തിൽ നിരുപാഖ്യ ആകൃതി ബ്രഹ്മരൂപേ, നിരുപാഖ്യമായിട്ടുള്ള ആകൃതിയോടുകൂടിയ ബ്രഹ്മരൂപം. നമ്മൾ എല്ലായിടത്തും ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ, ഓരോ ദേവാകാരത്തിലും ദേവമന്ദിരത്തിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ സവിശേഷമായ ഒരു രൂപത്തിലാണ്, അവിടെ ഒരു സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ഇരിക്കുന്നത്. എല്ലായിടത്തും ഒന്ന് തന്നെയാണ്, പരമചൈതന്യം തന്നെയാണ്. പക്ഷെ അത് ഒരു രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, അവിടെ അതിനെ ആവിഷ്കരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് ഗുരുവായൂരാണെങ്കിൽ അവിടെ എന്താണ്? ദിവ്യ കൈശോര വേഷം നമ്മൾ അവിടെ കാണുന്നുണ്ട്, അല്ലെ? ഗുരുവായൂർ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ദിവ്യ ശിശുവിന്റെ വേഷമാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് മാറിട്ട് നമ്മൾ ഏറ്റുമാനൂർ വരുമ്പോൾ ആരാണ്? ഏറ്റുമാനൂർ വരുമ്പോ അവിടെ ദേവൻ എങ്ങനെയാണ്? ഒരല്പം രൗദ്രഭാവത്തോടു കൂടിയാണെങ്കിലും ശിവനാണ്, അല്ലെ? അപ്പോ അങ്ങനെ ആ ശിവന്റെ രൂപം അവിടെ നമ്മൾ കാണുന്നു. വൈക്കത്ത് വരുമ്പോ മറ്റൊരു രൂപത്തിൽ കാണുന്നു. ഒറ്റ ദേവൻ തന്നെയാണ്, അല്ലെ? വൈക്കമാണെങ്കിലും കടുത്തുരുത്തിയാണെങ്കിലും ഏറ്റുമാനൂരാണെങ്കിലും ഒക്കെ മഹാദേവൻ തന്നെയാണ്. ഗുരുവായൂരാണെന്നുണ്ടെങ്കിലും തൃപ്രയാറാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്? വിഷ്ണു ഭഗവാന്റെ രൂപങ്ങളാണ്, അല്ലെ? തൃപ്രയാർ ഇപ്പൊ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് ആര് തന്നെയാണ്? അത് വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോ, അല്ലെ? തൃപ്പൂണിത്തറയിലെ കാര്യമൊക്കെ നമ്മൾ പറയണ്ടായി. അവിടെ എന്താണ്? വിഷ്ണു ഭഗവാനാണ്, അല്ലെ? അർജുനനും കൃഷ്ണനും കൂടി വരുന്ന സമയത്ത് എന്താ ഇവരുടെ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉത്കണ്ഠയോട് കൂടിയിരിക്കുന്ന ദേവനാണ് എവിടെ നമ്മൾ കണ്ടത്? തൃപ്പൂണിത്തറയിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ ഇതെന്താണ്? ആ പരമമായ ശക്തി തന്നെയാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ആ പരമമായ സത്യത്തെ ഉദ്ഘോഷണം ചെയ്യുന്നത് പോലെ ഇവിടെ വർത്തിക്കുന്ന ഈ ദേവൻ നിരുപാഖ്യ ആകൃതി ബ്രഹ്മരൂപേ, ഒരു ഉപാഖ്യകളില്ല, പ്രഖ്യോപാഖ്യാദികൾ ഒന്നും അതിനില്ല. ഒരു പേരും അതിനെ ആഖ്യാനം ചെയ്യുന്നതായിട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോ നിരുപാഖ്യ ആകൃതിയായിരിക്കുന്ന ബ്രഹ്മരൂപം, ഇതിനെന്താണ്? ഇതിന് യാതൊരു രൂപമോ ഭാവമോ, ഭാവം തന്നെയുള്ളൂ. ആ ഭാവം എന്ന് പറയുന്നതും നമുക്ക് ഗോചരമല്ലാത്തത്, അങ്ങനെയുള്ള. അപ്പൊ എന്താണ്? എന്നും ഭാവം മാത്രമായിരിക്കുന്നത്, അഭാവം ഉണ്ടാകുന്നില്ലല്ലോ. അഭാവം ഉണ്ടാകാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയേണ്ടി വരും? ഭാവം എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളതായ ആ ബ്രഹ്മരൂപേ, ബ്രഹ്മസ്വരൂപത്തിൽ ഇവിടെ ഉള്ള സന്നിഹിതമായിരിക്കുന്ന ഈ ബ്രഹ്മസ്വരൂപം ആയ ഈ പരേ ദൈവതേ, പരമമായ ഈ ദൈവതത്തിൽ ചിത്തം നിത്യം നജി നിർത്തും. ചിത്തം എന്നും എന്ത് ചെയ്യണം? സാതിശയമായ വിധത്തിൽ മറ്റെവിടെയും മനസ്സ് രമിക്കുന്നതിനെയും അതിശയിക്കത്തക്ക വിധം ഇവിടെ ജയിക്കണം, ഇവിടെ വിരാജിക്കണം. അതിൽ തന്നെ എന്താണ്? അതിനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഇരിക്കണം എന്ന് അർത്ഥം. ഇനി അതും എങ്ങനെയുള്ളതാണ്? അഖില ജഗദധിഷ്ഠാന കാഷ്ടൈക നിഷ്ഠേ, അഖില ലോകത്തിനും ആധാരമായി വർത്തിക്കുന്ന കാഷ്ഠ.
കാഷ്ഠ ശബ്ദത്തിന് എന്താർത്ഥം? തടി എന്നാണ് അർത്ഥം. അഖില ലോകത്തിനും ആധാരമായി വർത്തിക്കുന്നതായ ഒരു തായ്തടി, അതിൽ മാത്രമായി നിലകൊള്ളുന്നതും പിന്നെ എന്താണ്? അപരികലിത ചിതാകാശ വിസ്ഫൂർത്തി മാത്രേ. അപരികലിതമായിട്ടുള്ള, അപരികലിതം എന്ന് പറഞ്ഞാൽ എന്താണ്? പരികലനം ചെയ്യപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ നിശ്ചയിച്ചതാണ്, ഇങ്ങനെ ഇന്ന പ്രകാരത്തിൽ ഇന്ന വിധത്തിൽ എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിശ്ചയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപരികലിതമായിട്ടുള്ള, അനിയതമായിട്ടുള്ള ഹൃദയാകാശം. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? ഹൃദയത്തിൽ ഒരു ആകാശമുണ്ട്, ഒരു വാക്വം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം, അല്ലെ? ആകാശം എന്ന് പറയുമ്പോൾ അപ്പോഴും ആ പദം അവിടെ പ്രയോഗിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അതിനെ ആകാശം എന്ന് പറഞ്ഞത്? ആകാശം എന്ന് പറയുമ്പോൾ ശബ്ദഗുണകം ആകാശം. ആകാശത്തിന്റെ ഗുണം എന്താണ്? ശബ്ദമാണ്. ആ ശബ്ദമായിരിക്കുമ്പോ അതെന്താണ്? അവിടെ വർത്തിക്കുന്നു. ശബ്ദം എന്ന് പറയുമ്പോൾ അതെന്താണ്? നാദ ബ്രഹ്മമാണ്, അല്ലെ? നാദബ്രഹ്മമാണ്. അത് നമ്മുടെ ബൃഹദാരണ്യക ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്. ജനക മഹാരാജാവ് യാജ്ഞവൽക്കനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? യാജ്ഞവൽക്കനോട് ചോദിക്കുകയാണ്. എല്ലാവരും നമ്മളതിനെപ്പറ്റി പറയേണ്ടതായിട്ടുണ്ട്. ഒരു പ്രാവശ്യം രാജാവ് വളരെ വലിയ പാരിതോഷികങ്ങൾ കൊടുക്കുകയാണ് ഏറ്റവും വലിയ ബ്രഹ്മജ്ഞനെ. ആ സമയത്താണ്, എങ്ങനെയാണ്? വലിയ പശുക്കളുടെ കൂട്ടങ്ങളാണ്, ഒരുപാട് പശുക്കളുടെ കൂട്ടമാണ്. അപ്പൊ അതിലൊക്കെ കൊമ്പിലും കുളമ്പിലും സ്വർണം കെട്ടിയ പശുക്കളെയാണ് കൊടുക്കുന്നത് ആ പ്രാവശ്യം. സാധാരണ പശുക്കളെയൊക്കെയാണ് കൊടുക്കുക. ഇതെന്താണ്? അതിലും കൊമ്പിലും കുളമ്പിലൊക്കെ സ്വർണം കെട്ടിയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള പശുക്കളെ കൊടുക്കുമ്പോ അത് ഇഷ്ടമുള്ള ആൾക്ക് കൊണ്ടുപോകാന്നാണ്. ആർക്കാണ്? താൻ ബ്രഹ്മജ്ഞനാണ് എന്ന് പറയാം. പക്ഷെ ബ്രഹ്മജ്ഞൻ എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണം. അപ്പോ യാജ്ഞവൽക്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജനക മഹാരാജാവ്. അതെന്താണ്? ജിത്വാ ശൈലിനിഹി മാമവദ വാഗ്വൈ ബ്രഹ്മ ഇതി തന്മേ ബ്രൂഹി യാജ്ഞവൽക്യ എന്നാണ് പറഞ്ഞത്. അതെനിക്ക് പറഞ്ഞു തരൂ. ശിലിനി മഹർഷിയുടെ മകനായിട്ടുള്ള ജിത്വ മഹർഷി എന്നോട് പറയുകയുണ്ടായി, വാഗ്വൈ ബ്രഹ്മ, വാക്കാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു തന്നു എനിക്ക്. തന്മേ ബ്രൂഹി യാജ്ഞവൽക്യ, അത് അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം അന്ന് പറഞ്ഞപ്പോഴും എനിക്ക് എന്തായില്ല? പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഗ്രഹിച്ചിട്ടില്ല. പറയാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും എന്തായിട്ടുണ്ടായില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ അനുഭവമായി മാറിയിട്ടില്ല, അനുഭൂതിയായി മാറണം. അപ്പൊ അതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അതെനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ അപ്പോ യാജ്ഞവൽക്കൻ പറഞ്ഞു കൊടുക്കുന്നത് വാക്ക് വൈ ബ്രഹ്മ, വാക്ക് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോ നാദം, ശബ്ദം തന്നെയാണ് ബ്രഹ്മം. അതാണ് എല്ലായിടത്തും അങ്ങനെ തന്നെ. ക്രിസ്ത്യാനിറ്റിയിലും അങ്ങനെ തന്നെയാണ്. അവർ ജീസസ് ക്രൈസ്റ്റിന്റെ ഇൻകാർണേഷനെ കുറിച്ച്, അവതാരത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? വചനം മാംസമായി എന്നാണ്. വചനം എന്താണ്? വാക്ക്. മാംസം എടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇൻകാർണേഷൻ. വചനം മാംസമായി എന്ന് പറയുന്നത്. അപ്പോ അതും അങ്ങനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ആകാശമാണ്, ആ ശബ്ദഗുണകം ആകാശം. അതാണ് എവിടെയുള്ളത്? ചിത്തിൽ ഉള്ളത്. അപ്പൊ ചിന്മാത്രം എന്ന് ആ പദം പറഞ്ഞത് തന്നെ എന്താണ്? അത് വേദാന്തത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആ സത്യമാണ് അവിടെ ഉദ്ഘോഷിച്ചത്. അതാണ് ചിത്തിലുള്ളതായ ആകാശത്തിൽ കുടികൊള്ളുന്നത്. നാദബ്രഹ്മം എന്നുള്ള ഓങ്കാരത്തിന്റെ ആ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് വാതിൽ തുറക്കുന്നതാണ് ആ പ്രയോഗം തന്നെ. സച്ചിത് സൗഖ്യൈകരസ്യേ. അപ്പൊ ചിതാകാശത്തിലുള്ള വിസ്ഫൂർത്തിയാണ്. വിസ്ഫൂർത്തി എന്താണ്? വിസ്ഫുരണം. ചിതാകാശത്തിലുള്ള ഒരു സ്ഫുരണം. അപ്പൊ അതിനും എന്ത് പറയാൻ പറ്റുന്നില്ല? മറ്റു രൂപങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല. വിസ്ഫൂർത്തി, ചിതാകാശത്തിലെ ആ ശബ്ദഗുണകമായ ആകാശത്തിലുള്ളതായ ആ ഒരു പരിസ്ഫുരണം മാത്രമാണ് അത്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് കല്ലിൽ കൊത്തിവെക്കുക? കല്ലിൽ കൊത്തിവെക്കാനോ ഇനി ദാരുവിൽ കൊത്തിവെക്കാനോ തടിയിൽ കൊത്തിവെക്കാനോ നമുക്ക് സാധ്യമല്ല. സച്ചിത് സൗഖ്യൈകരസ്യേ. ഇനി അത് രസ്യമാണ്, രസിക്കത്തക്കതാണ്. രസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവിക്കലാണ്. എങ്ങനെ അനുഭവിക്കലാണ് അത്? സച്ചിത് സൗഖ്യൈകരസ്യം. സച്ചിത് സൗഖ്യം എന്ന ഏക രസത്തോടു കൂടിയത്. രസിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കലാണ്.
അപ്പൊ അതെങ്ങനെയാണ്? സച്ചിത് സൗഖ്യം തന്നെയാകുന്ന രസമാണ്. ഇവിടെയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രസത്തിൽ നിന്നുള്ള വ്യത്യാസം ഇവിടെയാണ് വരുന്നത്. നമ്മൾ സാധാരണ രസം ഉണ്ടാക്കാറുണ്ട്. രസം എന്ന് പറയുമ്പോൾ പല പല രസങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ? ഷഡ്രസങ്ങൾ. നമ്മൾ ഭക്ഷണത്തിനൊക്കെ ഷഡ്രസങ്ങൾ, 6 രസങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭക്ഷണം നമുക്ക് മധുരം മാത്രം പോരാ, എന്ത് വേണം? കയ്പ് വേണം, പുളി വേണം, ചവർപ്പ് വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഉപ്പും ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതൊക്കെ എന്താണ്? ഇതെല്ലാമുള്ള ഭക്ഷണങ്ങൾ അഥവാ നമ്മൾ പല രസങ്ങൾ ചേർന്ന ഒരു പാനകരസം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സാഹിത്യത്തിലൊക്കെ പറയുമ്പോൾ രസത്തെ പറ്റി പറയുമ്പോൾ പാനകരസം, പല പല ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ പാനം ചെയ്യാവുന്ന ഒരു രസം ഉണ്ടാക്കണം. അതിന് ഔഷധ ഗുണമുണ്ട്, അതിന് രസ്യമാനമായ അവസ്ഥയുണ്ട്, എല്ലാം അതിനുണ്ട്. പക്ഷെ അതെന്താണ്? അതുപോലെ ഒരു രസമാണ് ബ്രഹ്മാസ്വാദ രസം എന്നാണ്. പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. ആ രസം എന്താണ്? ഈ രസം നമുക്ക് ഉണ്ടാക്കുകയും നമ്മള് ഉണ്ടാക്കുമ്പോൾ നമ്മളിത് അനുഭവിക്കുന്നില്ല. അനുഭവിക്കുന്ന എപ്പോഴാണ്? നമ്മൾ അതിന് പാനം ചെയ്യുമ്പോഴാണ്. പക്ഷേ ഈ രസത്തിന്റെ വ്യത്യാസം എന്താണ്? അതിന്റെ ആവിർഭാവം തന്നെയാണ് അനുഭവം. ആവിർഭാവം തന്നെയാണ് അനുഭവം. മറ്റേത് എന്താണ്? മറ്റേത് നമ്മളത് ഉണ്ടാക്കിയിട്ട് എന്താണ്? അതൊന്ന് വെള്ളം നന്നായി തിളച്ചു വരുന്നു. അപ്പൊ എന്താണ്? ഇതിൽ ഉപ്പുണ്ടോന്ന് നോക്കിയേ. ഉടനെ തന്നെ ഭർത്താവിനെ വിളിച്ചു, ആ തിളക്കുന്ന വെള്ളം എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്തിരി ഒഴിച്ചു കൊടുത്തു. ഉപ്പുണ്ടോ എന്ന് നോക്കാനാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോ അത് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പുണ്ടോ, അതില് പുളിയുണ്ടോ എന്നൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണം? അത് നോക്കണം. മറ്റേതങ്ങനെയല്ല. മറ്റേതെങ്ങനെയാണ്? ഈ അനുഭൂതി തന്നെയാണ് അതിന്റെ ആവിർഭാവം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. സച്ചിത് സൗഖ്യൈകരസ്യം. സച്ചിത്തിന്റെ ആ സൗഖ്യം അത് തന്നെയാണ് എന്ത്? അതിന്റെ രസം എന്ന് പറയുന്നത്. മറ്റു രസം നമുക്ക് എടുത്തു വെക്കാം അല്ലേ? ഉച്ചയ്ക്ക് എടുത്തു വെച്ച രസം എന്ത് ചെയ്യാം? ഇന്നിപ്പോ ഗസ്റ്റ് ഒന്നും വരുന്നില്ലെങ്കിൽ അത്താഴത്തിന് ഇത് മതി, 2 പേരെ വീട്ടിലുള്ളൂ, ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ, കുറെ പണി അങ്ങോട്ട് ഒഴിവാക്കാം, വൈകിട്ട് എന്ത് ചെയ്യാം? ഇത് അങ്ങോട്ട് കഴിക്കാം, ഇത് എടുത്തു വെക്കാം. മറ്റേതങ്ങനെയല്ല. ഇതിനെന്താണ്? ആ അനുഭൂതി തന്നെയാണ് അതിന്റെ ആവിർഭാവം. അനുഭൂതി ഏക രസമാണ്. അതാണ് സച്ചിത് സൗഖ്യൈക രസ്യേ. അങ്ങനെയുള്ളത് അത് എവിടെയാണ്? ഓച്ചിറാഖ്യേ സർവാത്മനി. ഓച്ചിറ എന്ന സ്ഥലത്ത് സർവ ആത്മാവിൽ, സർവത്തിനും ആത്മാവാണത്. അത് എന്താണ്? പുല്ലിന്റെയും പുഴുവിന്റെയും ഗോവിന്റെയും നരിയുടെയും എല്ലാറ്റിന്റെയും മനുഷ്യന്റെയും ഉൾപ്പെടെയുള്ള ആത്മാവ് തന്നെയാണ് ഇത്. അദ്വയ പരഭണിതം ശ്രൗതം യത് ഉദ്യോതതേ. അദ്വയ പരഭണിതം, അദ്വയ പരമായിട്ടുള്ള ഭണിതങ്ങൾ. ഭണിതങ്ങൾ എന്താണ്? ഭണിതികൾ. ഭണിതികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പറച്ചിൽ. ആ പറച്ചിലുകള് എന്താണ്? അദ്വയപരമായ പറച്ചിൽ എന്താണ്? നമുക്കറിയാം. എന്താണ്? ആത്മാവ് ഇത് തന്നെയാണ് ആത്മാവ്. നമ്മൾ പ്രജ്ഞാനം, പ്രകൃഷ്ടമായ ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം. ഇവിടെ നമ്മൾ എന്താണ്? അതിനെ അനുഭവിക്കുന്നു. ആ അനുഭവം തന്നെയാണ് ബ്രഹ്മം. പിന്നെ എന്താണ്? അഹം, ഞാൻ അത് തന്നെയാണ് എന്നുള്ള അനുഭൂതിയിലേക്ക്, ആ വൺനെസ്, ഒന്ന് തന്നെയാണ് അല്ലെ? അത് വരുന്നു. അപ്പൊ എനിക്കെന്തുണ്ട്? ശരീരിയായി ഇരിക്കുന്ന സമയത്ത് ഈ ശരീരം എന്നുള്ള ഒരു പരിമിതി അവിടെയുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? യഥാർത്ഥത്തിലുള്ളതായ ഈ ചൈതന്യം തന്നെയാണ്. അപ്പൊ ഈ മഹാവാക്യങ്ങൾ, വേദങ്ങളിലൊക്കെ ഉള്ള മഹാവാക്യങ്ങൾ, തത്വമസി, അഹം ബ്രഹ്മാസ്മി മുതലായിട്ടതായ വാക്യങ്ങൾ, അവയുടെ എല്ലാം ആ ശ്രുതിയെ ഉദ്യോതയത്. ഉദ്യോതയത് എന്ന് പറഞ്ഞാൽ ഉത്തായി ദ്യോതിപ്പിക്കുക. ദ്യോതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക. ഉത്ത് ദ്യോതിപ്പിക്കുക എന്ന് പറഞ്ഞാലോ ഉയർന്ന നിലയിൽ അതിനെ പ്രകാശിപ്പിക്കുക. അപ്പൊ അത് ശരിക്കും അനുഭൂതിയായി തന്നെ മാറിക്കൊണ്ട്, അനുഭവഗോചരമായി മാറിക്കൊണ്ട് ഈ പരമമായ തത്വത്തെ പ്രകാശിപ്പിക്കുമാറ് യത് ഭാതി വ, യാതൊന്നാണോ ഭാസിക്കുന്നത് പോലെ വർത്തിക്കുന്നത്, ഇവിടെ ഇഹ വർത്തിക്കുന്നത്. നിരുപാഖ്യാകൃതി ബ്രഹ്മരൂപേ. അതെന്താണ്? നിരുപാഖ്യമായിരിക്കുന്ന ആകൃതിയോട് കൂടിയതായ ബ്രഹ്മം തന്നെയാണ് അത്. ആ ബ്രഹ്മം
ബ്രഹ്മത്തിനെ എന്താണ്, അതിനെ പ്രതീകവത്കരിക്കുന്നതായ ചിലത് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെയുള്ളതായ അസ്മിൻ പരേ ഈ പരമമായ ദൈവതത്തിൽ, അല്ലെ, പരമമായ ദൈവതമാണ് ഇവിടെ. ഇവിടെ എങ്ങനെയാണത്? നിർഗുണമാണ്. മറ്റതൊക്കെ സഗുണമാണ്. നിർഗുണവും സഗുണവും. അപ്പൊ പല പല രൂപങ്ങളുള്ളത് എന്താണ്? അത് സഗുണമാണ്. നിർഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപങ്ങളൊന്നും ഇല്ലാത്തത്, യാതൊരു രൂപവും ഇല്ല. അങ്ങനെയുള്ളതായ ആ പരേ ദൈവതത്തിൽ അവിടെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ചിത്തം നിത്യം നരീനർത്തു. അതേ ആ രൂപത്തിൽ എന്റെ ചിത്തം എന്നും സാതിശയമായി വീണ്ടും വീണ്ടും നർത്തനം ചെയ്തുകൊണ്ടിരിക്കട്ടെ, അതിൽ തന്നെ നർത്തനം ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായി തീർന്നു? വേദാന്തത്തിന്റെ സാരമായ സർവസ്വം, സാരത്തിന്റെ സർവസ്വം. സാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാതൽ, അല്ലേ? സാരം എന്ന് പറഞ്ഞാൽ കാതൽ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയാറില്ലേ, വൃക്ഷങ്ങളെ പറ്റി നമ്മൾ പറയാറില്ലേ, വൃക്ഷങ്ങള് എന്താണ്? അന്തസാരങ്ങളായ വൃക്ഷങ്ങള്, ബഹിസാരങ്ങളായ വൃക്ഷങ്ങള്, സർവസാരങ്ങൾ, അസാരങ്ങൾ, ഇതിനൊക്കെ വൃക്ഷങ്ങളെ പറയാറുണ്ട്. എന്താണ്? അന്തസാരം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാതലുള്ള വൃക്ഷങ്ങളാണ് അന്തസാരങ്ങൾ എന്ന് പറയുന്നത്. ബഹിസാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമെ സാരമുള്ളത്. നമ്മുടെ തെങ്ങും പനയൊക്കെ പോലെ ഏറ്റവും പുറത്താണ് അതിന്റെ കട്ടിയുള്ള ഭാഗം, സാരമായിട്ടുള്ള രൂപം, ഉള്ളില് ചോറായിരിക്കും. അതാണ് നമ്മൾ ബഹിസാരങ്ങൾ. അന്തസാരം നേരെ മറിച്ച, മാവൊക്കെ അന്തസാരമാണ്, പുറത്തുനിന്ന് അതിന്റെ വെള്ളയൊക്കെ കളഞ്ഞ ഉള്ളില് കാതല്. അപ്പൊ അന്തസാരം. ബഹിസാരം തെങ്ങ് പോലെയുള്ളതായ വൃക്ഷങ്ങള്, അതിന്റെ എന്താണ്? തൊലി മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ഭാഗം പുറമെയാണ്, ഉള്ളില് ചോറാണ്. അപ്പൊ അതാണ് ബഹിസാരങ്ങളായിട്ടുള്ള വൃക്ഷങ്ങള്. സർവസാരങ്ങൾ, സർവസാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ സാരമായിട്ടുള്ളത്. നല്ല കല്ലിന്റെ മുകളിൽ നിൽക്കുന്ന തേക്കൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള തേക്കുകൾ, കല്ലിന്റെ മുകളിൽ നിൽക്കുന്ന തേക്ക്. അതെന്താണ്? പാറയുടെ മുകളിലൊക്കെ അത് നല്ല വണ്ണം കുറഞ്ഞിരിക്കും, മെലിഞ്ഞിരിക്കും. പക്ഷെ എന്താണ്? അതിന്റെ തൊലി മാത്രമേ കളയാനുള്ളൂ, ബാക്കി മുഴുവൻ എന്തായിരിക്കും? കാതലായിരിക്കും. അതിന് വെള്ളം എന്ന് പറയുന്നതിന് ഉണ്ടാവില്ല. ശരിക്കും നല്ല തേക്ക് കേട്ടോ, നമ്മൾ വാങ്ങിയ ചിലപ്പോൾ അതിനകത്ത് വെള്ളയൊക്കെ കാണും, പക്ഷെ അതല്ലാത്ത തേക്കുണ്ട്. അതാണ് സർവസാരം എന്ന് പറയുന്നത്. പിന്നെ അസാരം. അസാരം എന്താണ്? സാരമില്ലാത്ത, കാതലില്ലാത്ത നമ്മുടെ സോഫ്റ്റ് വുഡുകളൊക്കെ അസാരങ്ങളാണ്. അപ്പൊ സാരം എന്നതിന്റെ അർത്ഥം എന്താണ്? കാതൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ ക്ഷേത്രത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സാധാരണ ക്ഷേത്രം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അലങ്കാരം, അല്ലെ, ഗോപുരങ്ങളൊക്കെ ഉണ്ട്. അതിന് ഗോപുരമുണ്ട്, ചുറ്റുമതിലുണ്ട്. അത് കഴിയുമ്പോ പിന്നെ എന്താണ്? അതിൽ നമ്മുടെ പ്രദക്ഷിണ മാർഗം ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? അവിടെ വിളക്ക് മാടമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? അതിൻ്റെ ഉള്ളിൽ നാലമ്പലമുണ്ട്. അതൊക്കെ അവിടെയുണ്ട്. തിടപ്പള്ളി എന്ന് പറയുന്നത് അതാണ്. നമ്മളിന്ന് നാലമ്പലം എന്ന് പറയുന്നത് രാമലക്ഷ്മണന്മാരും ശത്രുഘ്ന ഭരതന്മാരും ഉള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതാണ് നമ്മൾ നാലമ്പലം എന്ന് പറയുന്നത്. പക്ഷെ നാലമ്പലം എന്ന് പറയുന്നത് ശരിക്ക് എന്താണ്? തിടപ്പള്ളി എന്ന് പറയുന്നതാണ് ക്ഷേത്രത്തിന്റെ അടുക്കള എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അവിടെ എന്താണ്? നിവേദ്യത്തിനുള്ളതായ നിവേദ്യച്ചോറും മറ്റുമൊക്കെ പാകം ചെയ്യുന്നതും നവധാന്യങ്ങൾ മുളപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഭാഗത്തെയാണ്, തിടപ്പള്ളിയെയാണ് ശരിക്കും നാലമ്പലം എന്ന് പറയുന്നത്. അപ്പൊ നാലമ്പലം എല്ലാ ക്ഷേത്രങ്ങളിലും ആണ്. സാധാരണ നമ്മുടെ ക്ഷേത്ര സങ്കല്പത്തിലൊക്കെ ഇതുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് മേൽപ്പത്തൂര് ഗുരുവായൂർ എന്ത് ചെയ്ത് നാരായണീയം രചിച്ചത്. അപ്പൊ അവിടെ അതുപോലെ ഒരു പ്രതീകം അതിലുണ്ട്. നവധാന്യങ്ങൾ മുളയ്ക്കുന്ന, അങ്കുരിക്കുന്ന സ്ഥലമാണ്, അങ്കുരിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ. അവിടെയാണ് വിജ്ഞാനത്തിന്റെ ഈ അങ്കുരവും ഉണ്ടായത്, മുള പൊട്ടിയത്, അല്ലെ? അപ്പൊ അവിടെ അതൊക്കെ ഈ പറയുന്ന പോലെ വളരെയേറെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാവുന്ന ഭാഗങ്ങളാണ് ഇവിടെ എല്ലാം. അപ്പൊ ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ കാണുന്നില്ല എന്നാണ്. എന്നാൽ എന്താണ് അവിടെ? എന്താണ്? ബാഹ്യമോടിയില്ല, ആഡംബരമില്ല. എന്താ ആഡംബരം അവിടെ ഉള്ളത്? ബാഹ്യമോടിയും ആഡംബരവും ഒന്നും തന്നെ അവിടെ ഇല്ല. പക്ഷേ അതാണ് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ 2 ആലുകളുണ്ട് അവിടെ. ആ ആലുകൾ എന്താണ്? നമുക്ക് ഒന്ന് ശിവനായിട്ടും ഒന്ന് വിഷ്ണുവായിട്ടും സങ്കല്പിക്കപ്പെടുന്നതാണ് അവിടെയുള്ള 2 ആലുകൾ. അപ്പൊ എന്താണ്? അത് രണ്ട് എന്താണ്? 2 അശ്വത്ഥ വൃക്ഷങ്ങളാണ് അവിടെ ഉള്ളത്, 2 വടവൃക്ഷങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ വടവൃക്ഷം എന്താണ്? അത് ഒരേപോലെയാണ്, അതിന് രൂപഭാവങ്ങളൊന്നുമില്ല.
നമ്മൾ വിഷ്ണു ഭഗവാനെ സങ്കല്പിക്കുമ്പോ എന്താണ്? ചതുർബാഹുവായിട്ട് ശംഖചക്രഗദാപത്മധാരിയായിട്ടുള്ള വിഷ്ണു ഭഗവാൻ. ശിവനെ നമ്മൾ പറയുമ്പോ പല രൂപത്തിൽ ഉമാമഹേശ്വരനുണ്ട്, സാംബശിവൻ അല്ലെ, അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ കിരാതമൂർത്തിയുണ്ട്, വിവിധ ഭാവങ്ങളുണ്ട്. നമ്മൾ അപ്പോൾ വിവിധ ഭാവങ്ങളെ കാണുമ്പോൾ അതിനനുസരിച്ച ആചാരങ്ങളും അവിടെ വിഭിന്നങ്ങളായിട്ട് ഉണ്ട് അല്ലെ. സാംബശിവൻ ഗംഗാധരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പകുതി വരെ മാത്രം പ്രദക്ഷിണം വെച്ച് എന്താണ് അഭിഷേക ജലം പോകുന്ന ഗംഗയെ കവക്കാല് വെക്കാതെ നമ്മൾ തിരിച്ചു വരുന്നു. ശിവക്ഷേത്രങ്ങളിൽ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളതായ ആചാരങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ശിവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്താണ് ഇവിടെ തളിപ്പറമ്പ്, അവിടെ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ക്ഷേത്രമുണ്ട്, രാജരാജേശ്വരൻ അല്ലേ, രാജരാജേശ്വര ക്ഷേത്രം. അപ്പൊ രാജരാജേശ്വരി എന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെയല്ല, രാജരാജേശ്വരനാണ്, ശിവൻ തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെയും ആചാരങ്ങൾ വിഭിന്നമാണ്. മണ്ഡപത്തിൽ ബ്രാഹ്മണർ അവിടെ നമസ്കരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കരിക്കാൻ പാടില്ല അത്ര ശരിക്ക്, പക്ഷെ എല്ലാവരും ചെന്നിട്ട് നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സവിശേഷത നോക്കാത്തതുകൊണ്ടാണ്. കാരണം രാജരാജേശ്വരനായിട്ടാണ് ഇരിക്കുന്നത്. രാജരാജേശ്വരൻ ആരാണ്? ചക്രവർത്തിയാണ്. ചക്രവർത്തി ക്ഷത്രിയനാണ്. ആ ക്ഷത്രിയന് മുമ്പിൽ എന്ത് ചെയ്യേണ്ടതില്ല? ബ്രാഹ്മണൻ നമസ്കരിക്കേണ്ടതില്ല. ഇത് പ്രതിമാ നാടകം എന്നുള്ള നാടകത്തിൽ, പ്രതിമാ നാടകത്തിൽ ഭാസൻ വളരെ ഭംഗിയായിട്ട് ഇതിനെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭരതൻ കേകയ രാജ്യത്ത് പോയിരിക്കുന്ന സമയത്താണല്ലോ ദശരഥ മഹാരാജാവ് മരിക്കുന്നത്. ഭരതനെ കൂട്ടിക്കൊണ്ടുവരണം, രാജാവില്ലാതിരിക്കാൻ പറ്റില്ല. ഭരതനെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഒരു നാഴികയും കൂടി ഉണ്ട്, കൃത്തികയിൽ നഗരപ്രവേശം പാടില്ല. അത് തീരാൻ ഒരു നാഴികയുണ്ട്. ആ ഒരു നാഴിക നഗരത്തിന് പുറത്ത് ഭരതൻ നിൽക്കണം എന്ന് പറയാണ്. അപ്പൊ ഭരതൻ എന്താ ഇപ്പൊ ഒരു നാഴിക നേരം ചെയ്യുക? വെറുതെ ഇരുന്നിട്ടുള്ള ശീലമില്ലല്ലോ. അപ്പൊ എന്താണ്, അപ്പൊ നോക്കിയപ്പോ അതാ ഒരു എന്താണ് ഒരാലയം, ഒരു ദേവാകാരം കാണുന്നു. അവിടെ പോയിട്ട് നമസ്കരിച്ചിട്ട് വരാം. ഭരതൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ അവിടെ അതിന്റെ സൂക്ഷിപ്പുകാരനുണ്ട്. സൂക്ഷിപ്പുകാരൻ പുറത്തെവിടെയോ പോയിരിക്കുക. അപ്പോഴാണ് ഭരതൻ ചെല്ലുന്നത് കാണുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് അയാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് വരുന്നത്, നമസ്കരിക്കരുത്, അങ്ങ് അവിടെ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഭരതനെ കണ്ടപ്പോ ബ്രാഹ്മണനാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പൊ ഈ ദേവാകാരം അവിടെ കണ്ട ആലയം എന്താണ്? അതൊരു പ്രതിമാഗ്രഹമാണ്, അതൊരു ദേവാലയമല്ല. പ്രതിമാഗ്രഹം. എന്ത് പ്രതിമാഗ്രഹമാണ്? ആ കുലത്തിൽ മരിച്ചുപോയ, രഘുകുലത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ ബിംബങ്ങൾ, പ്രതിമകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രതിമകളാണ് വെച്ചിരിക്കുന്നത് അവിടെ. അപ്പൊ അതൊക്കെ ക്ഷത്രിയന്മാരുടെ പ്രതിമകളാണ്. ഭരതനെ കണ്ടപ്പോ ബ്രാഹ്മണനായത് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ആ ക്ഷേത്രപാലകൻ എന്ത് ചെയ്യുന്നത്? ദൂരത്തിന് വിളിച്ചു പറയുന്നത്, അങ്ങ് അവിടെ നമസ്കരിക്കരുത് എന്ന് വിളിച്ചു പറയുന്നത്. ഭരതൻ അതിനകത്ത് ചെല്ലുന്നു. അപ്പൊ പിന്നെ ആരാണിത്? ഇവിടെ നിന്ന് പറയുമ്പോ എന്താണ്? ഇത് മരിച്ചു പോയവരാണ്. അപ്പോ മുൻപേയുള്ള ആളുകളെയൊക്കെ അവിടെ കാണുകയാണ്. ദിലീപൻ, രഘു, അജൻ, ഇങ്ങനെ ഓരോരുത്തരെ കണ്ട് വരുമ്പോ അടുത്തതായിട്ടൊരു പ്രതിമയും കൂടെ. ഇത് പ്രതിമയാണിത്, ദശരഥന്റെ പ്രതിമ, അച്ഛന്റെ പ്രതിമ. ഇത് ജീവനുള്ളവരുടെയും പ്രതിമ ഇതിൽ വെക്കുന്നുണ്ടോ? ഇല്ല, മരിച്ചവരുടെ പ്രതിമയാണ്. ഭരതൻ അച്ഛന്റെ മരണവൃത്താന്തം അറിയുന്ന ആ ഒരു നാടകീയ മുഹൂർത്തം നോക്കുക. ഓരോരുത്തരെ കണ്ടു നടക്കുമ്പോ ഓരോരുത്തരെ നമസ്കരിക്കുകയാണ്. നമസ്കരിച്ച് അങ്ങനെ പോകുമ്പോഴാണ് എന്ത് കാണുന്നത്? അച്ഛൻ. അപ്പോഴാ ചോദ്യം, ജീവിച്ചിരിക്കുന്നവരുടെയും പ്രതിമകൾ വെക്കുന്നുണ്ടോ ക്ഷേത്രപാലക? ഇല്ല, മരിച്ചവരുടെ മാത്രമാണ്. പക്ഷെ അങ്ങോട്ട് അച്ഛൻ മരിച്ചിരിക്കുന്നു എന്ന വൃത്താന്തം അവിടെയാണ് ഭരതൻ അറിയുന്നത്. ആരുണ്ട് നോക്കൂ, എത്ര നാടകീയമായി അതിനെ ആവിഷ്കരിച്ചിരിക്കുന്നു നോക്കാം. അപ്പൊ എന്താണ് ഓരോ വിധവും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നമസ്കരിക്കേണ്ട എന്ന് പറഞ്ഞ ആ ഭാഗമാണ്. അപ്പൊ ഈ വിധത്തിലാണ്. അപ്പോ എപ്പോഴും എന്താണ് ആ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, ബ്രഹ്മണം ചെയ്യുന്നവൻ, അദ്ദേഹത്തിൽ എന്താണ് ദേവത്വം തന്നെയാണ് ഉള്ളത്. അങ്ങനെയുള്ളത് കൊണ്ട് എന്ത് വേണ്ട? ഒരു മാനുഷികമായിട്ടുള്ള ഒരു ഭാവത്തിന് മുമ്പിൽ നമസ്കരിക്കാൻ പാടില്ല എന്നാണ് അവിടെ. അപ്പൊ ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലും വിഭിന്നങ്ങളായിട്ടുള്ള എന്താണ് ആചാരവിധികൾ നിൽക്കുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ സവിശേഷത എന്താണ്? ഇവിടെ അനിർവചനീയമായിട്ടുള്ള യാതൊരു രൂപവും ഭാവവും ഒന്നുമില്ലാത്തതായ ഈ എന്താണ് പരബ്രഹ്മത്തിന്റെ പരിസ്ഫുരണമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതിനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സമയാചാരം അതുപോലെയുള്ളതായ അതിലെ ആ സമ്യക്കായ അയം എന്താണ്? പോക്ക്. ആ പരമാത്മ ചൈതന്യത്തിലേക്കുള്ള ആ ഗമനമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ പരമാത്മമായിട്ടുള്ള ആ സത്യം വിളിച്ചോതുന്ന
എന്താണ് ഇവിടത്തെ ഈ സാന്നിധ്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഒരു പ്രതിമയെയും നമുക്ക് പറയാനില്ല, ഒരു രൂപത്തെയും നമുക്ക് പറയാനില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ എൻ്റെ മനസ്സ് പരമാത്മ ചൈതന്യത്തിൽ നിരന്തരമായി വർത്തിക്കുമാറാകട്ടെ, അതിനെ എപ്പോഴും ധ്യാനിക്കുമാറാകട്ടെ എന്ന് തന്നെ അതിന്റെ അർത്ഥം. ചിത്തം നിത്യം നരീനർത്വഖില ജഗത് അധിഷ്ഠാന കാഷ്ഠൈക നിഷ്ഠേ സച്ചിത് സൗഖ്യൈകരസ്യേ അപരികലിത ചിതാകാശ വിസ്ഫൂർത്തി മാത്രേ സാംവാത്മന്യോച്ചിറാഖ്യേ അദ്വയ പരഭണിതം ശ്രൗതമുദ്യോതയത്യ ഭാതീവസ്മിൻ പരേ ദൈവദൈഹ നിരുപാഖ്യാകൃതി ബ്രഹ്മരൂപേ. ഇവിടെ കവി പൂർണ്ണമായും എന്താണ് ഒരു വേദാന്തി ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. തീർത്തും ഒരു വേദാന്തി മാത്രമാണ്. ഇനി ഇതാ അടുത്ത ഒരു പകർന്നാട്ടം കണ്ടുകൊള്ളുക. നമുക്ക് തന്നെ എന്താ പറയാവുന്നത്, ഒരു പകർന്നാട്ടം, കവിയുടെ ഒരു പകർന്നാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കണ്ട ഈ വേദാന്തി ഇതാ അടുത്തതിൽ തീർത്തും ഒരു റൊമാൻറ്റിക് കവിയായിട്ടാണ് ഇനി കാണുന്നത്. അതാണ് ഇവിടെ ഒരു എന്ന് പറയുന്നത്, ഒരു പകർന്നാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. എന്താണ് ഇവിടെ ഞാനിതൊന്ന് ഇതിന്റെ ഒന്ന് ചൊല്ലിക്കോട്ടെ സാറിന്റെ വ്യാഖ്യാനം വെച്ചിട്ട്. ഇതിനു മുമ്പിലത്തെ അഖില ലോകത്തിനുമാധാരമാം തായ്തടിയൊന്നിൽ നിലകൊണ്ട് രൂപരഹിതമാം ഹൃദയാകാശത്തിൽ പ്രത്യക്ഷ പ്രകടിതമായിരിക്കുന്നു. സത്തും ചിത്തും ഒന്നായതിൻ അനുഭൂതിജന്യമാം രസനിഷ്യന്തിയായി ഓച്ചിറയിൽ നിലകൊള്ളും സർവാത്മാവിൽ ശ്രുതിവാക്യത്തിലെപ്പോൾ പ്രഭാസിക്കുന്നു. അദ്വൈത തത്വത്തിൻ ജാജ്വല്യമാനമാം നേരനുഭവം വർണ്ണനാതീതമായി ഓച്ചിറയിൽ കുടികൊള്ളും പരബ്രഹ്മ തത്വത്തിൽ നമ്മുടെ മനസ്സെന്നുമെന്നും തെളിഞ്ഞു വിളങ്ങി നർത്തനമാടിരട്ടെ. നന്നായിട്ടുണ്ട്, തെറ്റൊന്നുമില്ല, അതിന് തെറ്റൊന്നുമില്ല. ഏണീ ദൃക്കോണ കർമ്മേണ ദൃശമിഹ ശിവായാസ്യ ചിത്തേ ധത്തേ വസ്വൈക സാരാവിധമപി ച മുദാ ആനന്ദവല്ലീശ്വരായാ സ്വീയാൻ പ്രാണാൻ പണീകൃത്യവ വിലസതി യസ്യാം പരാനന്ദമാത്ര പ്രസ്പന്ദോ രാജരാദ്രി പ്രവരശിഖര സംക്ലിപ്ത നൃത്തോ മഹേശഃ. ഏണീ ദൃക്കോണ കർമ്മേണ ദൃശം ഇഹ ശിവായ അസ്യ ചിത്തേ ധത്തേ വസ്വൈകസാരാവിധം അഭി ച മുദാ ആനന്ദവല്ലീശ്വരായാഹ സ്വീയാൻ പ്രാണാൻ പണീകൃത്യ വ വിലസതി യസ്യാം പരാനന്ദമാത്ര പ്രസ്പന്ദഃ രാജദാദ്രി പ്രവര ശിഖര സംക്ലിപ്ത നൃത്തഃ മഹേശഃ എന്ന് സന്ധിച്ഛേദം. അപ്പൊ ഇവിടെ പരാനന്ദമാത്ര പ്രസ്പന്ദഃ, പരമമായ ആനന്ദമാത്രത്തിന്റെ പ്രസ്പന്ദം, പരമമായ ആനന്ദത്തിന്റെ പ്രസ്പന്ദം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമൊന്നുമല്ല. പരമമായ ആനന്ദത്തിന്റെ ഒരു സ്പന്ദനം, ഒരു എന്താണ് പ്രതിസ്പന്ദനം, പ്രതിസ്പന്ദനമല്ല സ്പന്ദനം, എപ്പോഴും സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ആ പരിസ്പന്ദം എവിടെയാണ് അത് വർത്തിക്കുന്നതായി നാം മനസ്സിലാക്കുന്നത്? രാജദാദ്രി പ്രവര ശിഖര സംക്ലിപ്ത നൃത്ത മഹേശഃ. അപ്പൊ ഈ പരിസ്പന്ദം എന്ന് പറഞ്ഞപ്പോഴും ആ പരിസ്പന്ദത്തെ നമ്മൾ മഹേശനായിട്ട് കാണുന്നു. മഹേശൻ ശ്രീ പരമേശ്വരൻ. ആ പരിസ്പന്ദത്തെ നമ്മൾ എന്താണ്
നാമങ്ങൾ കൊണ്ട് വ്യാകൃതമാക്കുകയാണ്, നാമരൂപാദികൾ കൊണ്ട് വ്യാകരിക്കുകയാണ്. നാമം ഇന്ന നാമത്തിൽ അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ ഉള്ളതായിട്ട് നമ്മൾ വീണ്ടും കാണുകയാണ്. അപ്പോ അത് എങ്ങനെയുള്ള രൂപമാണിത്? രാജതാഗ്രിയിൽ, രാജതം എന്ന് പറഞ്ഞാൽ രജതമയം. രജതം എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപ്യം. വെള്ളി അല്ലെ? വെള്ളി. രൂപ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപ എന്നുള്ള പദവും അതിൽ നിന്നാണ് ഉണ്ടായത്. പണ്ടൊക്കെ വെള്ളി നാണയങ്ങളാണ് ഉണ്ടായിരുന്നത്. രൂപ്യം തീരെ മോശമല്ല. അത് തന്നെയാണ് നമുക്ക് രൂപയായിട്ട് മാറിയത്. രൂപ്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് രൂപയായി. പിന്നെ ചിലരത് ഉറുപ്പിക എന്നായി. രണ്ടും എന്താണ്? രൂപ്യം എന്നുള്ളതിന്റെ തദ്ഭവമാണ് രൂപ. നമ്മൾ രൂപ എന്നുള്ളത് വ്യാപകമായി സ്വീകരിച്ചു. എങ്കിലും രൂപ്യം എന്നുള്ള ചിലര് ഉറുപ്പിക എന്ന് പറയും അല്ലെ? വടക്കൻ സംസ്ഥാനങ്ങളിലല്ല, വടക്കൻ ജില്ലകളിൽ കേരളത്തിന്റെ അവിടെ ഉറുപ്പിക എന്നാണ് പറയുക. അപ്പൊ രൂപ, ഉറുപ്പിക, അവരെ ഉറുപ്പിക എന്ന് പറയുന്നതിന് അവരെ തെറ്റൊന്നും പറയാനില്ല. കാരണം എന്താണ്? ഇതൊരു തദ്ഭവം മാത്രമാണ്, അതിന്റെ തദ്ഭവമാണ്. രാജ എന്നുള്ളതിന് അരജൻ എന്ന് പറയുന്നില്ലേ? അതുപോലെ തന്നെ. അപ്പൊ രൂപ്യം. അപ്പൊ ഈ രൂപ്യം രജതം, രജതാദ്രി. ഏതാണ് രജതാദ്രി? കൈലാസം അല്ലെ? വെള്ളിക്കുന്ന്. അപ്പൊ ആ വെള്ളിക്കുന്ന് രജതാദ്രിയുടെ പ്രവരമായ ശിഖരത്തിൽ, പ്രവരമായിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ശിഖരത്തിൽ സംക്ലിപ്ത നൃത്തം, സംക്ലിപ്തമായിട്ടുള്ള, ക്ലിപ്തം എന്ന് പറഞ്ഞാല് ലിമിറ്റഡ്, അവിടെ മാത്രമായി നിയമിതമായിരിക്കുന്ന, പരിമിതപ്പെടുത്തിയിരിക്കുന്ന നൃത്തത്തോട് കൂടിയവൻ ശിവൻ. തന്റെ താണ്ഡവ നൃത്തം ആടുന്നത് എവിടെയാണ്? ഈ കൈലാസഗിരിയിൽ ആണ്. കൈലാസപർവ്വത, ആ രജതഗിരിയിലാണ് നൃത്തമാടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നൃത്തം, ശ്രീ പരമേശ്വരന്റെ നൃത്തം അവിടെയായി, ഈ കൈലാസഗിരിയിലായി ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ക്ലിപ്തമായിട്ടുള്ള നൃത്തത്തോടുകൂടിയവനായ മഹേശ്വരൻ എന്ത് ചെയ്യുന്നു? സ്വീയാൻ പ്രാണാൻ യസ്യാം മുദ പണീകൃത്യ. അങ്ങനെയുള്ള ശിവൻ സ്വീയാൻ പ്രാണാൻ, തന്റെ പ്രാണങ്ങളെ, ശിവന്റെ പ്രാണങ്ങളെ, യസ്യാം മുദ പണീകൃത്യ, യാതൊരു വളിലാണോ സന്തോഷത്തോടുകൂടി, സന്തോഷം, മുദ പണീകൃത്യ, പണനദ്രവ്യമാക്കി വെച്ചിട്ട്. പണനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വിപണനം ചെയ്യുക, വിൽക്കാനുള്ള വസ്തുവാക്കി വെച്ചിട്ട്. ആരിലാണ് വെച്ചിരിക്കുന്നത്? ആനന്ദവല്ലീശ്വരയുടെ ഉള്ളിൽ, ആനന്ദവല്ലീശ്വരയെ ഏൽപ്പിച്ച, ആനന്ദവല്ലീശ്വരി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആനന്ദവല്ലി ഈശ്വര എന്നാണ്. ആ പ്രയോഗം തന്നെ എന്താണ്? അത് വളരെ ഒരു ഉയർന്ന ഗ്രമാറ്റിക്കലായിട്ട് ഒരു പ്രത്യേകമായ ഒരു മീനിങ് അവിടെ ഇംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആനന്ദവല്ലി ഈശ്വര എന്ന് പറഞ്ഞത്. ഈശത്വം അവളിൽ തന്നെ ഉണ്ട്. ഈശ്വരന്റെ പത്നിയാകുമ്പോൾ ആരായി? ഈശ്വരിയായി. സ്വയം ഈശ്വരയാകുമ്പോൾ എന്താണ്? ഈശത്വം ഉള്ളവളാകുമ്പോൾ ഈശ്വര ആയിത്തീരുന്നു അല്ലെ? എങ്ങനെയാണ്? നർത്തകൻ അല്ലെ? അല്ലെങ്കിൽ എന്താണ്? നടന്നടി, അതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില വാക്കുകൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നായകൻ എന്റെ സ്ത്രീലിംഗമായിട്ട് നായകിയുണ്ട്, നായികയും ഉണ്ട്. നായകി എന്ന് പറഞ്ഞാൽ എന്താണ്? നായകന്റെ പത്നിയാണ്. നായിക എന്ന് പറഞ്ഞാൽ നയിക്കുന്ന സ്ത്രീയാണ്, അവൾ തന്നെയാണ് നായിക അല്ലെ? വൃക്ഷകടികം എന്നുള്ള നാടകം എടുത്താൽ അവിടെ നായികയെയും നായകിയെയും കാണാം. ചാരുദത്തൻ എന്ന കഥാപാത്രത്തിന്റെ നായകന്റെ പത്നിയാണ് ദൂതയ്ക്ക് അവിടെ വലിയ റോളൊന്നുമില്ല, എന്നാലും ചെറിയ റോളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരാരാണ്? ഒരു നായകി എന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? നായകന്റെ പത്നിയാണ്. അതിൽ നായിക എന്താണ്? ആ മൃച്ഛകടികം, മൃത്ത് കൊണ്ടുള്ളതായ മണ്ണ് വണ്ടി, ആ പേരിന് തന്നെ കാരണമായി തീരത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികൾ ആരിൽ നിന്നാണ് ഉണ്ടാകുന്നത്? അവിടെ വസന്തസേനയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോ അവിടെ അവരാണ് നാടകത്തെ നയിക്കുന്ന സ്ത്രീ. അതുകൊണ്ട് അവരാരാണ്? അവർ നായകിയല്ല, നായികയാണ്. അതാണ്
എന്റെ അർത്ഥം. അപ്പൊ നായകിയും നായികയും വ്യത്യസ്തമാണ് അല്ലെ. യാചകന്റെ ഭാര്യ യാചകി, യാചിക്കുന്ന സ്ത്രീ യാചിക. ഇങ്ങനെയാണ് ഈ പദങ്ങള് വരുന്നത്. ആചാര്യന്റെ പത്നി ആചാര്യനീ, നായാണ് നത്വമില്ല അവിടെ. ആചാര്യനീ, ആചാര്യന്റെ പത്നി. ആചാര്യന്റെ പ്രവൃത്തി ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ എന്താണ്? ആചാര്യ എന്നാണ് അവരെ പറയാം. അപ്പൊ ഇതുപോലെയുള്ള വ്യത്യാസം ഇവിടെയുണ്ട്. ഈ പദപ്രയോഗം എന്താണ്? ഈശ്വരി എന്നല്ലാതെ ഈശ്വര എന്ന് പ്രയോഗിച്ചത് സവിശേഷമായ അർത്ഥത്തെ പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്ത്രീ രൂപത്തിലായി എന്നുള്ളത് കൊണ്ട് എന്തല്ല, അവിടെ ഒരു ഈശ്വരന്റെ പത്നിയായിട്ടല്ല സങ്കല്പം. അവർ തന്നെ ആരാണ്? അവർ തന്നെ അതിന് ഈശത്വം ഉള്ള ദേവിയാണ് എന്ന് അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദേവിയിൽ ശിവൻ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വീയാൻ പ്രാണാൻ യസ്യാം മുദ പണീകൃത്യ. സ്വീയാൻ പ്രാണാൻ, സ്വീയം എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റേത്. സ്വീയാൻ പ്രാണാൻ, തൻ്റെ പ്രാണങ്ങളെ. പ്രാണൻ എന്നുള്ളത് പ്രാണൻ ഒന്നാണ് ശരിക്ക്, പക്ഷെ പഞ്ചപ്രാണങ്ങൾ നമ്മൾ പറയുന്നത് അതിന്റെ 5 പ്രകാരങ്ങളാണ്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഇതിനെല്ലാറ്റിനെയും കൂട്ടിയാണ് നമ്മൾ പഞ്ചപ്രാണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഹൃദിപ്രാണഹ, ഹൃദയത്തിൽ വർത്തിക്കുന്നതാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഹൃദിപ്രാണോ ഗുദേ അപാനഹ, ഗുദത്തിലാണ് അപാനൻ. സമാനോ നാഭ്യസംസ്ഥിത, നാഭിയിൽ വർത്തിക്കുന്നതാണ് സമാനൻ. ഉദാന കണ്ഠദേശസ്ഥ, ഉദാനൻ കണ്ഠദേശത്തിൽ സ്ഥിതി ചെയ്യുന്നു. വ്യാന സർവശരീരക, വ്യാനൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ പഞ്ചപ്രാണങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പഞ്ചപ്രാണങ്ങൾ എന്ന് പറയുന്നത് പ്രാണ, അപാന, സമാന, ഉദാന, വ്യാനങ്ങളെ ആണ്. ലാക്ഷണികമായിട്ടുള്ള പ്രയോഗമാണ്. തൻ്റെ എല്ലാ പ്രാണങ്ങളെയും പ്രാണ സർവസ്വത്തെയും ഈ ദേവൻ. അപ്പൊ ഈ ദേവൻ പൊതുവിലെവിടെയാണ്? ഈ വെള്ളിക്കുന്നിൽ മാത്രം, കൈലാസത്തിൽ മാത്രം തൻ്റെ നൃത്തത്തെ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ആ ദേവൻ തൻ്റെ പ്രാണങ്ങളെ മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ആനന്ദവല്ലീശ്വരയിൽ എന്തായിരിക്കുന്നു? പണനദ്രവ്യമായി വെച്ചിരിക്കുന്നു, വിപണനദ്രവ്യമായിട്ട് വെച്ചിരിക്കുന്നു. എങ്ങനെയാണത് വിപണനം ചെയ്തിരിക്കുന്നത്? അങ്ങോട്ട് വിപണനദ്രവ്യം, അവിടെ ബാർട്ടർ സിസ്റ്റമാണ് ശരിക്കും. ഇതിനെയെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട്, ഈ ദേവിക്ക് കൊടുത്തിട്ട്, ഈ ദേവൻ എന്താണ് അവിടെ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. ദേവന്റെ താണ്ഡവ നൃത്തം അല്ലെ. എന്താണ് താണ്ഡവം എന്ന് പറഞ്ഞാല്? തണ്ടു എന്ന മഹർഷിയാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തണ്ടുവിനാൽ പ്രോക്കം എന്ന അർത്ഥത്തിലാണ് താണ്ഡവം എന്ന പദം പറയുന്നത്. രഘുവിൽ നിന്ന് രാഘവം എന്ന പദം ഉണ്ടാകുന്നത് പോലെയാണ് തണ്ടുവിൽ നിന്ന് താണ്ഡവം, മനുവിൽ നിന്ന് മാനവം എന്ന പദമൊക്കെ ഉണ്ടാകുന്നത് പോലെ ആണ് അത്. അപ്പൊ അങ്ങനെ ആ ദേവൻ സ്വീയാൻ പ്രാണാൻ, സ്വന്തം പ്രാണങ്ങളെ, യസ്യാം യാതൊരു വളിൽ, മുദ മോദത്തോടെ, പണീകൃത്യ തനിക്ക് പണമായിട്ട്, ഒന്ന് അവിടുന്ന് വാങ്ങണം. അതിനെന്ത് വേണം? പണം വേണം. പണത്തിന് എന്ത് വേണം? തനിക്ക് വിപണനം ചെയ്യാനുള്ള വസ്തു തന്നെ അവിടെ കൊടുക്കണം. അപ്പൊ അതാണ്, അങ്ങനെയാണ് പണം തന്നെ വരുന്നത്. വിപണനം ചെയ്യുക, കൊടുക്കുക, പകരമായിട്ട് അങ്ങോട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങുക. അതാണല്ലോ പണ്ടാണെങ്കിൽ അങ്ങോട്ട് നെല്ല് കൊടുത്തു, ഇങ്ങോട്ട് തേങ്ങ വാങ്ങി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിന് മൂല്യമുണ്ട്, അതിനുള്ള രൂപ്യം ഉണ്ട്. രൂപ്യം അതിന് പകരമാണ് രൂപ്യം ഉണ്ട്. ഇത്ര വെള്ളി അതിന് കൊടുത്താൽ മതി, 1 രൂപ. ആ രൂപയില് ഇത്രയും വെള്ളിയുണ്ട് അല്ലെങ്കിൽ സ്വർണം ഉണ്ടെന്നാണ് അതിന്റെ സങ്കല്പമൊക്കെ. ഇന്നിപ്പോ അത്ര രൂപ ഉണ്ടോ, അത്രയ്ക്ക് രൂപയ്ക്കുള്ള അത്ര സ്വർണം നമുക്ക് നിക്ഷേപം ഉണ്ടോ അല്ലെങ്കിൽ വെള്ളി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ വെള്ളി നല്ല എന്താണ്, രൂപയാണ് അവിടെ രൂപ്യം. അപ്പോ ഇതാണ് യൂദാസ് 30 വെള്ളിക്കാശിന് ജീസസ് ക്രൈസ്റ്റിന് ഒറ്റി കൊടുത്തു എന്ന് പറയുമ്പോൾ അത്ര മോശമുള്ള സംഖ്യ ഒന്നും ആയിരുന്നില്ല. അത് നല്ല സംഖ്യ തന്നെയായിരുന്നു അല്ലെ. 30 രൂപ അന്ന് ആ കാലത്ത് 30 രൂപ എന്ന് പറയുമ്പോൾ അത്ര മോശമൊന്നുമല്ല അല്ലെ. പിന്നെ അവര് ആ സംഖ്യ കൊണ്ട് എന്താണ് ചെയ്തത്? യൂദാസ് അത് വലിച്ചെറിഞ്ഞപ്പോ അവരെന്താണ് ചെയ്തത്? അതുകൊണ്ടൊരു പറമ്പാണ് വാങ്ങിയത്. എങ്ങനെ? വിദേശികളെ, അതായത് അജ്ഞാത മൃതദേഹങ്ങളെ സംസ്കരിക്കാനുള്ള ഒരു പറമ്പാണ് വാങ്ങിയത്. അപ്പൊ അതിനകത്ത് സാമാന്യം വിലയുള്ള ഒന്ന് തന്നെയാണ് ഈ 30 വെള്ളി എന്ന് പറയുന്നത് അല്ലെ. 1 രൂപയ്ക്കൊക്കെ ഇത്രയും വില കുറഞ്ഞു പോയത്
ഇന്നാണ്. പണ്ടൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് $1 1 രൂപയായിരുന്നു എന്നാണ് കേട്ടത്. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് $1 1 രൂപയാണ്. അപ്പോ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം, 100-ന് മുകളിൽ പോയിരിക്കുന്നു. അപ്പൊ അത് നല്ല വില തന്നെ. അപ്പൊ ഇവിടെ അത് കൊടുത്തിട്ട് തൻ്റെ തൻ്റെ പ്രാണങ്ങളെ മുഴുവൻ സന്തോഷപൂർവകമായി തന്നെ ഈ ദേവിയിൽ തൻ്റെ പണനദ്രവ്യമായിട്ട്, വിപണനദ്രവ്യമായി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്? അതിനെ പണീകൃത്യ ആനന്ദവല്ലീശ്വരായാഹ ശിവായാഹ വസ്വൈകസാരാവിധം ഏണീദൃക്കോണ കർമ്മേണ ദൃശം അഭി അസ്യ ചിത്തെ ധത്തേ. തൻ്റെ പ്രാണസർവസ്വം അവിടെ നൽകിയിട്ട് എന്തിനെയാണ് ഇവിടെ ധരിക്കുന്നത്? പകരം ഇങ്ങോട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവണമല്ലോ, അങ്ങോട്ട് കൊടുത്തു. ഇതെല്ലാം പ്രാണനെ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു? അവിടെ ആനന്ദവല്ലീശ്വരിയുടെ വസ്വൈകസാരം എന്നുള്ളതിന് എന്താണ്? അളകാപുരി എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതിന് വസ്വൈകസാരം എന്താണ്? വസുക്കൾക്ക് ഏകസാരം ആയിരിക്കുന്നത്, അഥവാ വസുക്കളാകുന്ന ഏകസാരത്തോട് കൂടിയ സ്ഥലം, അതിനാണ് അളകാപുരി. അപ്പൊ നമ്മുടെ കുബേരൻ ധനാധിപനാണ് കുബേരൻ. ആ കുബേരന്റെ പുരിയാണ് അളകാപുരി. ആ സങ്കല്പത്തെ വെച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വസ്വൈകസാരം, വസുക്കൾ, സർവ സമ്പത്തുകൾക്കും ഏകസാരമായിരിക്കുന്ന നഗരിയാണ് ഇത് ഈ അളകാപുരി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ സമ്പത്തും അദ്ദേഹത്തിന്റെ ധനതന്റെ കയ്യിലാണ്, ധനാധിപന്റെ കയ്യിലാണ്, അഥവാ കുബേരന്റെ കൈവശമാണ് എല്ലാം. അപ്പോ അളകാപുരിയെയും എന്ത് ചെയ്യുന്നതാണ്? വിഭേദനം ചെയ്യുന്ന, അതിനെയും ജയിക്കുന്നതായ ഐശ്വര്യത്തിന്റെ അതിരേകത്തോടു കൂടിയിട്ട് സമസ്ത ഐശ്വര്യങ്ങളോടും കൂടിയ ഏണി ദൃക്കോണ കർമ്മീണ ദൃശം, പേടമാനിന്റെ കൺകോണുകളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന കണ്ണുകൾ എന്താണ്? ആ കണ്ണുകളെ സ്വന്തം ചിത്തത്തിൽ ധരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ് ഇപ്പോ ഈ പറഞ്ഞത്? ശരിക്കും അവിടെ എന്തിലേക്ക് വരികയാണ്? ഒരു വലിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാവത്തിലേക്ക് കവി വരികയാണ്. അപ്പോ കവി വേദാന്തിയാണോ? വേദാന്തിയാണ്. എന്നാൽ വേദാന്തി എന്ന് പറഞ്ഞാൽ ആ വേദാന്തിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല. പിന്നെ എന്തും കൂടെ വരും? ഇവിടെ ഉള്ള തീർത്തും ആ റൊമാൻറ്റിക് ഭാവങ്ങൾ ഉൾക്കൊള്ളാനും ഈ കവിക്ക് കഴിയുന്നു. പലരും സൗന്ദര്യലഹരിയൊക്കെ വായിച്ചിട്ട് വിദ്യാവാചസ്പതി വി പനോളിയെ പോലെയുള്ള ആളുകൾ പണ്ഡിതന്മാർ, മഹാപണ്ഡിതന്മാരാണ്. അവർ പോലും പറഞ്ഞിട്ടുണ്ട്, ഈ വേദാന്തിയായ അദ്വൈത വേദാന്തിയായ ശങ്കര ഭഗവത്പാദർ ഇതും രചിക്കുമോ, അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില പണ്ഡിതന്മാർ നമുക്കുണ്ട്. നമുക്കിതാ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇവിടെ. എന്താണ്? നേരത്തെ കണ്ടതായ പരിപൂർണ വേദാന്തിയായ ആ കവി തന്നെ ഇവിടെ ശരിക്കും എന്താണ്? ശിവൻ തൻ്റെ പ്രാണസർവസ്വം അവിടെ ഏൽപ്പിച്ചുകൊണ്ട്, ഈ ദേവിയിൽ ഏൽപ്പിച്ചുകൊണ്ട് സമസ്ത സൗഭാഗ്യങ്ങളുടെയും സമസ്ത സമ്പത്തുകളുടെയും അധീശത്വം പേറുന്ന, അതായത് അത്രയും സമ്പന്നമായിരിക്കുന്ന ഐശ്വര്യപൂർണമായിട്ടുള്ള നേത്രം, ദേവിയുടെ നേത്രം. ആ ദേവിയുടെ നേത്രം ഏണങ്ങളുടെ വൃത്തി, ഏണങ്ങളുടെ ഇതുപോലെയുള്ളതായ ഏണങ്ങൾ എന്ന് പറയുന്ന മാനുകള്, പേടമാനുകളുടെ ചഞ്ചലമായ ആ ദൃഷ്ടി, ചാഞ്ചല്യം, ഏണങ്ങളുടെ പേടമാനുകളുടെ നേത്രങ്ങളുടെ ചാഞ്ചല്യത്തെ പേറുന്നതും ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ശ്രീത്വം തുളുമ്പുന്നതുമായ ദേവിയുടെ ആ കണ്ണുകളെ ആ ദേവൻ പകരം തൻ്റെ ഹൃദയത്തിൽ ധരിക്കുന്നു. എത്ര വലിയ റൊമാൻറ്റിക് ഭാവമാണ് അവിടെ പ്രകടിപ്പിക്കുന്നതെന്ന് നോക്കും. സർവപ്രാണവും അല്ലെ,
എങ്ങനെയാണ് ഒരു കാമുകൻ എങ്ങനെയാണ് തന്റെ കാമുകിക്ക് തന്റെ പ്രാണസർവസ്വം സമർപ്പിക്കുന്നത് പോലെ സമർപ്പിച്ചു. എന്നിട്ട് എന്താണ് അതിന് പകരമായിട്ട് വാങ്ങിയത്? എന്താണ്? തന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ് ദേവിയുടെ ചഞ്ചലങ്ങളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള ആ നേത്രങ്ങൾ ചലനം എന്ത് ചെയ്യുന്നു? അദ്ദേഹം തന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു എന്നാണ്. നോക്കൂ, അതിനെ വ്യാഖ്യാനിച്ചാൽ തന്റെ സർവസ്വവും ദാനം ചെയ്തുകൊണ്ട് ഒരു കാമുകിയുടെ പ്രേയസിയുടെ ആ ദൃക്കുകളെ ഉള്ളിൽ കൊണ്ടു നടക്കുക, മനോജ്ഞമായ ആ നേത്രങ്ങളെ ഉള്ളിൽ കൊണ്ടു നടക്കുക. അവളുടെ ആ നോട്ടത്തിന്റെ അഴക് അത് മനസ്സിനെ എന്താണ് രോമാഞ്ചം കൊള്ളിക്കുകയോ ഉന്മത്തമാക്കി തീർക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലുള്ള ഒരു കാമുകനെയാണ് ഇവിടെ വാസ്തവത്തിൽ ശിവനിൽ കാണിച്ചു തരുന്നത് എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള വസ്വൈക സാരാവിധം, അത് ഐശ്വര്യപൂർണമാണ് എന്നുള്ളതിനാണ് എന്ത് പറഞ്ഞത്? വസ്വൈക സാരാവിധം എന്ന് പറഞ്ഞിട്ടുള്ളത്. വസ്വൈക സാരത്തെ ആവേദനം ചെയ്യുന്നതാണ്. ആവേദനം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെയും ഭേദിക്കുന്നതാണ് ഇതിന്റെ സൗഭാഗ്യാതിരേകം, അല്ലെ? ആവേദനം ചെയ്യുക, ഭേദിക്കുക. നമ്മൾ വിമാന വേധത്തോക്ക് എന്നൊക്കെ പറയാറില്ലേ? വിമാനത്തെ ഭേദിക്കുന്ന തോക്കാണ്. അപ്പൊ ആവേദനം, അളകാപുരിയുടെ ഐശ്വര്യത്തെയും ആവേദനം ചെയ്യുന്ന വിധത്തിലുള്ളതായ ഐശ്വര്യത്തോടു കൂടിയ ആ ദൃഷ്ടി, അവയുടെ ദൃക്കോണ കർമ്മേണ ദൃശം. ഏണീ ദൃക്കോണം, ഏണികള് ഏണങ്ങൾ, മാനുകൾ, ഏണികൾ പേടമാനുകൾ, പേടമാനുകളുടെ ദൃക്കോണുകളുടെ കടക്കണ്ണുകളുടെ കർമ്മങ്ങളെ ചെയ്യുന്നതായ ആ വിധത്തിൽ ചഞ്ചലങ്ങളായിട്ടുള്ള ദൃക്കുകളെ, കണ്ണിനെ എന്ത് ചെയ്യുന്നു? അസ്യ ചിത്തേ ധത്തേ, ശിവൻ തന്റെ ചിത്തത്തിൽ ധരിക്കുന്നു. അങ്ങനെയുള്ള ദേവിയാണ് ശിവനെ പോലും തന്റെ ആരാധകനാക്കി മാറ്റിയ ആ ദേവി. അതാണല്ലോ അതിന്റെ അർത്ഥം. തന്റെ പ്രാണങ്ങളെ സമർപ്പിച്ച് തന്റെ നോട്ടത്തെ അദ്ദേഹം വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് നടക്കുന്നത്. എല്ലായിടത്തും നിയന്ത്രണങ്ങൾ ഉള്ള ദേവനാണ്. എന്താണ്? തന്റെ നൃത്തം പോലും അതെല്ലായിടത്തും ഒന്നും നർത്തനം ചെയ്യുന്നതിനല്ല. അതെവിടെയാണ്? അത് ആ വെള്ളിക്കുന്നിലാക്കി മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്ന ദേവനാണ്. പക്ഷെ ഈ ദേവൻ എവിടെ പോകുമ്പോഴും എന്താണ്? ദേവിയുടെ നേത്രങ്ങളെ കൊണ്ട് നടക്കുന്നു. ദേവിയുടെ ആ നേത്രങ്ങളുടെ ആ വിലാസം, സവിലാസമായിട്ടുള്ള ആ നേത്രം, അതിന്റെ ചഞ്ചലത, അതിന്റെ സൗഭാഗ്യാതിരേകം തന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. അല്ലെങ്കിൽ അത് എവിടെ മാത്രം മതി? നൃത്തം ചെയ്യുന്നിടത്ത് മതിയല്ലോ. കണ്ണിന്റെ ആ വിക്ഷേപം, സവിശേഷമായിട്ടുള്ളതായ ആ നോട്ടം എവിടെ മതി? അത് നൃത്തം ചെയ്യുമ്പോൾ മതിയല്ലോ. അല്ലാതെ എല്ലാ സമയത്തും അത് വേണ്ട. പ്രത്യേകിച്ച് ഒരു പുരുഷന്റെ രൂപം നമ്മൾ സങ്കല്പിക്കുമ്പോൾ അവിടെ എന്തില്ല? സവിലാസമായിട്ടുള്ള ദൃഷ്ടിയൊന്നും വീക്ഷണമൊന്നും അല്ല. അത് നാരിയിലാണ് ഉള്ളത്, സ്ത്രീയിലാണ് ഉള്ളത്. പക്ഷെ ഈ ദേവൻ നൃത്തം അവിടെയാണെങ്കിൽ പോലും ദേവിയുടെ ഈ കണ്ണുകളുടെ സവിലാസമായ വീക്ഷണത്തെ എപ്പോഴും തന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. അവിടെയാണ് അതിന്റെ വീണ്ടും ഒരു വൈരുദ്ധ്യം അവിടെ കാണിക്കുകയാണ്, അല്ലെ? ആ നേത്രത്തിന്റെ സവിശേഷമായ വീക്ഷണം നൃത്തത്തിലെ ആവശ്യമുള്ളൂ. പക്ഷെ ആ ദേവൻ എന്താണ്? ആ ദേവിയോടുള്ള ആ സ്നേഹാതിരേകം കൊണ്ട്, സ്നേഹവായ്പ കൊണ്ട് അതിനെ തന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു എപ്പോഴും. അങ്ങനെയുള്ള ആ ദേവി നൃത്തം, പേടമാനിന്റെ കൺകോളുകളുടെ കർമ്മം അനുഷ്ഠിക്കുന്ന കണ്ണിനെ പോലും, ആ കണ്ണിനെ അസ്യ ചിത്തേ ധത്തേ, സ്വന്തം ചിത്തത്തിൽ ധത്തേ വാ എന്ന് പറഞ്ഞ ഇവ എന്നാണ് അർത്ഥം. വളരെ അപൂർവമായി മാത്രം പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഇവ എന്ന അർത്ഥത്തിൽ വ എന്നത്. എങ്ങനെ വഹിക്കുന്നുവോ തന്റെ ഉള്ളിൽ ഈ ദേവൻ ദേവിയുടെ ഈ വീക്ഷണങ്ങളെ വഹിക്കുന്നുവോ എന്ന് തോന്നുമാറ് വിലസതി, പരിലസിക്കുന്നു. അപ്പൊ ഏത് ദേവനാണോ ഇങ്ങനെ തനിക്ക് പ്രാണങ്ങളെല്ലാം സമർപ്പിച്ച് തന്റെ കണ്ണുകളുടെ വിലാസങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെ തോന്നുന്നത്, ആ ദേവി ഇഹ, ആ ദേവി ഇഹ, അവരാരാണ്? ആ ദേവി ആരാണ്? ശിവ. ശിവ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപിണിയായ ആ ദേവി നമുക്ക് എപ്പോഴും എന്തായിട്ട് ഭവിക്കട്ടെ? നമുക്ക് ശിവയായി ഭവിക്കട്ടെ. ശിവായ, ശിവത്തിന് കാരണമായി ഭവിക്കട്ടെ, മംഗളകാരണിയായി ഭവിക്കട്ടെ എന്ന് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദേവി എവിടെയാണ് ഈ ദേവി വർത്തിക്കുന്നത്? ആനന്ദവല്ലി ഈശ്വര, ആനന്ദവല്ലീശ്വരം നമ്മള് പറയാറുണ്ട്.
അതിനെ ഈശ്വരയായിരിക്കുന്ന ദേവി മംഗളത്തിന് കാരണമായി ഭവിക്കട്ടെ. അപ്പൊ ആ പ്രയോഗത്തിലും എന്തുണ്ട്? സവിശേഷമായിട്ടുള്ള ഒരു അർത്ഥ തലം, ഒരു അർത്ഥ പ്രപഞ്ചനം അദ്ദേഹം ഈ കവി നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഭാവത്തെ ഭാവഗർഭിതമായ വിധത്തിലാണ് ഇത് ആവിഷ്കരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഭാവങ്ങളും ഇതൊന്നും എന്തല്ല, ഹേയമല്ല. അപ്പൊ ഇതില് ഇത്രയും വേദാന്തിയായ ഒരു കവി ഇത്രയും എന്താണ് ഒരു റൊമാൻറ്റിക് ഭാവം അടുത്ത ശ്ലോകത്തിൽ തന്നെ ആവിഷ്കരിക്കുമ്പോൾ ഇത് എന്തല്ല, ഇത് ഹേയമല്ല എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ വേദാന്തി എങ്ങനെ പോണം? വേദാന്തിയുടെ മാത്രമായിട്ടുള്ള ആ ഭാവത്തിൽ അങ്ങോട്ട് പോകണം അല്ലേ? നമ്മുടെ സമാധി, നമ്മള് അഷ്ടാംഗമായ യോഗത്തെ പറ്റി പറയുമ്പോൾ സമാധിയിലെത്തിയാൽ എന്താണ്? പിന്നെ അതിൽ തന്നെ അങ്ങോട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. നമുക്ക് പക്ഷെ എന്താണ് അവിടെ സമയം എന്ന് പറയുന്നത് പോലെയുള്ളതായ സമാധിയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, നമ്മള് മഹർഷിമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സമാധിയിരുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ആ സമാധിയിലാണ് പിന്നെ അവരിയ്ക്കുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഒരാൾ ഒരിക്കൽ ഒരു വേദാന്തിയായി എന്നുള്ളത് കൊണ്ട് എന്ത് വേണ്ട, പ്രാപഞ്ചികമായിട്ടുള്ള നമ്മുടെ ആ അസ്തിത്വത്തെ അത് നിഷേധിക്കുന്നില്ല. ഇത് ഭാരതീയമായ ദർശനത്തിന്റെ ഒരു വലിയ സവിശേഷതയും കൂടിയാണ്. കാര്യം ഇതൊക്കെയാണെങ്കിലും, എത്ര ജ്ഞാനിയാണെങ്കിലും ഇത് വേണം, പ്രപഞ്ചം നിലനിൽക്കണം. അപ്പൊ ഈ വംശങ്ങള് നിലനിൽക്കണം. അതിനെന്ത് വേണം? ഈ ഭാവങ്ങൾ ഇതിന് ആവശ്യമാണ്. അപ്പൊ അത് ഈ രണ്ട് എക്സ്ട്രീമുകളെ കാട്ടുന്നത്. ഇവിടെ ശരിക്കും പ്രണയപരവശനായിട്ടുള്ള ആരെയാണ് കാണിക്കുന്നത്? ഒരു കാമുകന്റെ ഭാവമല്ലേ ഇവിടെ കാണുന്നത് അല്ലെ? എത്രയേറെ മിതത്വം പാലിക്കുന്നവനാണെങ്കിലും, നൃത്തം അവിടെ മാത്രമാണെങ്കിലും ആ ദേവിയുടെ നേത്രങ്ങളുടെ ആ വീക്ഷണത്തെ തന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവനായ ദേവൻ. ആ ദേവിയോ ആനന്ദവല്ലി ഈശ്വരയാണ്. ആ ദേവി ഒരാൾക്കും അടിമപ്പെട്ടല്ല അവിടെ നിൽക്കുന്നത്. പിന്നെന്താണ്? ആ തൻ്റെ എന്താണ് മറ്റ് അർത്ഥത്തെയും അല്ലെ, പകുതി അല്ലെ, ഒരാൾ വാമാർത്ഥമാകുമ്പോൾ ഒരാൾ ദക്ഷിണാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വാമ മുതൽ മനോഹരം എന്ന അർത്ഥം കൽപ്പിക്കുമ്പോൾ നമുക്ക് മറുപകുതി. ആ മറുപകുതി എപ്പോഴും തൻ്റെ ആ വിലാസങ്ങളെ ഉള്ളിൽ കൊണ്ടു നടക്കും. വിലാസത്തെയാണ്, നേത്രവിലാസങ്ങളെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ എന്ന് പറയുമ്പോഴാണ് അവിടെ നമ്മൾ എന്ത് വരുന്നത്? തീർത്തും റൊമാൻറ്റിക് ആണ് ആ ഭാവം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ദേവി എല്ലായ്പ്പോഴും നമുക്ക് മംഗളത്തിന്റെ ശിവങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് അർത്ഥം. അപ്പോ എന്തായി? നമുക്ക് ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം. ഏണീ ദൃക്കോണ കർമ്മേണ ദൃശമിഹ ശിവായാസ്യ ചിത്തേ ധത്തേ വസ്വൈകസാരാവിധമപി ചമുദാ ആനന്ദവല്ലീശ്വരായാഃ സ്വീയാൻ പ്രാണാൻ പണീകൃത്യ വവിലസതി യസ്യാം പരാനന്ദമാത്ര പ്രസ്പന്ദോ രാജദാദ്രിപ്രവര ശിഖര സംക്ലിപ്ത നൃത്തോ മഹേശഃ. ഇത് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി. ഞാനിത് മലയാളത്തിലാക്കാൻ നോക്കിയിട്ട് സാറിന്റെ വ്യാഖ്യാനം വായിച്ചിട്ടാണ്. എന്നാൽ തന്നെ ആ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനായി വിരാജിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. കൊണ്ട് നടക്കുന്നവനെ പോലെ വിരാജിക്കുന്നു എന്നാണ് അല്ലേ ശിവനെ പറ്റി പറയുന്നത്. ഞാൻ ഒന്ന് വായിക്കാട്ടോ. പരമാനന്ദത്തിൻ സ്ഫുരണമാം ഒരേയൊരു സ്വരൂപത്തോടുകൂടി വെള്ളി മാമലയാകും ശ്രേഷ്ഠ കൈലാസഗിരി ശൃംഖങ്ങളിൽ മാത്രം താണ്ഡവമാടും പരമശിവൻ സ്വപ്രാണങ്ങളെ ആനന്ദമോടെ വിൽപ്പന വസ്തുവെന്ന പോൽ പാർവതീ ദേവിക്കു സമർപ്പിച്ചിരിപ്പൂ. പകരമായേതൊരു ദേവിതൻ സുരപുരിയെ വെല്ലും ഐശ്വര്യമാർന്നു പേടമാൻ മിഴികളെപ്പോൽ വശ്യവീക്ഷണം ചെയ്യും കണ്ണിനെപ്പോലും തൻ ഹൃത്തിൽ കൊണ്ടു നടക്കുന്നവനെപ്പോൽ വിരാജിക്കുന്നു ശിവൻ. ആനന്ദവല്ലീശ്വരയാകുമാ പാർവതീദേവി നമുക്ക് മംഗളകാരിയായിടട്ടെ.
സാറ് ഇതായി സാറ് മ്യൂട്ടായി സാറ് മ്യൂട്ടാ. അളകാപുരിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല. സുരപുരി എന്ന് പറഞ്ഞാലും അളകാപുരി ഇതാക്കുക നല്ലതല്ലേ? ഓക്കെ, ആക്കണമെന്നൊന്നുമില്ല. അളകാപുരി എന്ന് പറയുമ്പോ എന്താണ്? അളകാപുരി എന്ന് പറയുമ്പോ ആ സമ്പത്തിന്റെ ആ ഒരു അതീശത്വം സാരമില്ല. അളകാപുരി തന്നെ ആക്കാം. ശരി 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 ശരി, അത് നന്നായിരിക്കുന്നു. അഭിനന്ദനം അഭിനന്ദനം. ഭാഷാ പണ്ഡിതനും വേദാന്തിയുമായ ഒരാൾക്ക് മാത്രമേ ഈ ശ്ലോകത്തെ പറ്റി ഇത്ര വിശിഷ്ടമായ ഒരു വ്യാഖ്യാനം നൽകാനായിട്ട് കഴിയുള്ളൂ. സാറ് ഓച്ചറയെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ തായ്തടിയിൽ നിന്ന് വേർപെട്ട ശാഖ എപ്രകാരം ഉണങ്ങിപ്പോകുന്നോ അതുപോലെ പരമാത്മാവിൽ നിന്ന് നാം അന്യമായിട്ട് പോയാൽ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം തന്നെ ശുഷ്കമായി ഇല്ല എന്ന് കരുതണം. ഈ ഓച്ചറയെ പറ്റിയുള്ള ശ്ലോകത്തെ പറ്റി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. ഈ വ്യാഖ്യാനം സാറ് തരുന്നതിന് വളരെ മുൻപ് തന്നെ ഈ ശ്ലോകത്തെ പറ്റി കുറച്ചുകൂടെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ള ശ്രീ ബാലകൃഷ്ണൻ നായരോട് ഞാൻ സമീപിച്ചിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതേ വ്യാഖ്യാനം തന്നെയാണ് നൽകിയത് എന്ന് ഓർക്കുമ്പോൾ വളരെ തീർച്ചയായിട്ടും എത്രമാത്രം ഉൾക്കാഴ്ചയോടെയാണ് അദ്ദേഹം വ്യാഖ്യാനം നൽകിയത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ ഓരോ വാക്കുകൾ പറയുമ്പോഴും അതേ ഞങ്ങൾക്ക് ഭാഗവതം ക്ലാസ് എടുക്കും. 4 ശ്ലോകം മാത്രമേ 4 or 5 ശ്ലോകം മാത്രമേ അദ്ദേഹം ഒരു ദിവസം തീർക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ പേജുകൾ വായിച്ചു പോകും. പക്ഷേ ഓരോ പദങ്ങൾ വരുമ്പോഴും അതിൻ്റെ പദച്ഛേദം ചെയ്ത് എത്രമാത്രം സംസ്കൃതത്തിൻ്റെ വ്യുൽപ്പത്തി ഓരോ വാക്കുകൾക്കും ഉണ്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയുന്നു. ബാലകൃഷ്ണൻ അല്പം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ. ഗോപിച്ചേട്ടന് എന്നെ പ്രത്യേകിച്ച് അറിയാവുന്ന ഇടത്തിലൊക്കെ പറയുന്നുള്ളൂ, അല്ലാതെ എനിക്ക് അതിനൊക്കെയുള്ള കഴിവുകളൊന്നുമില്ല. പിന്നെ ഞാൻ ശ്രമിച്ചു, ഒരു 2 വർഷം മുമ്പ് ഈ ശ്ലോകം എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അതിന് മുമ്പിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത്. അതായത് ഇദ്ദേഹത്തോട്, സ്വാമികളോട് എല്ലാ ക്ഷേത്രങ്ങളെ കുറിച്ചും അദ്ദേഹം എഴുതിക്കൊണ്ട് ദിവ്യ ക്ഷേത്രാദർശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓച്ചിറയെ കുറിച്ച് എഴുതിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടു, എങ്ങനെയെങ്കിലും ഓച്ചിറയെ കുറിച്ചൊരു പദ്യം ഉണ്ടാക്കി ചേർക്കാൻ പരമഗുരു തിരുവടി അരുളി. അതിന് മറുപടിയായി സ്വാമികൾ, അവിടെ വർണ്ണനീയങ്ങളായ സംഗതികളൊന്നുമില്ലല്ലോ. അപ്പോൾ എന്നുണർത്തിച്ചു. അപ്പോൾ പരമഗുരുപാദർ എന്നാൽ ഒന്നുമില്ലെന്ന് എഴുതിയേക്കണം എന്ന് പറഞ്ഞു മറുപടി. അപ്പൊ അതാണ് ആ ഓച്ചിറ പരബ്രഹ്മം എന്താണെന്നുള്ളത് നമ്മുടെ നാരായണത്തിൽ ആദ്യത്തെ ശ്ലോകം പറയുമ്പോഴാണ് ശരിക്ക് എല്ലാം വിഷ്ണു അല്ല ശ്രീകൃഷ്ണൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഉള്ളൊരു ആത്മീയമായ ചൈതന്യമാണ് എല്ലാവർക്കും അടിസ്ഥാനമെന്ന് പറയുമ്പോൾ പോലും ഓച്ചിറയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന രീതിയിലുള്ള കൺസെപ്റ്റില്. അപ്പൊ ഇതിന്റെ ശ്ലോകത്തിന്റെ അന്വയമൊക്കെ ചെയ്ത് എന്താ പറയുന്നത്, ആകാംക്ഷ പദ്ധതി അനുസരിച്ച് ഞങ്ങൾ പഠിച്ചതനുസരിച്ച് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഞാൻ ഗോപിച്ചേട്ടന് ഞാൻ അയച്ചു കൊടുത്തു. അതിന്റെ ചുരുക്കം തന്നെ സാറ് പറഞ്ഞ പോലെ അത്ര ഗംഭീരമൊന്നായിട്ട് എഴുതാനുള്ള കഴിവെനിക്കില്ലെങ്കിലും ഞാൻ എഴുതിയിരുന്നു. അപ്പോൾ സമയക്കുറവുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചേനെ. പക്ഷെ അത് വേണ്ട, പിന്നെ ഒറിജിനലാകാം. ഞാൻ എഴുതിയ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. ആദ്യം, ചിത്തം നിത്യം നരീനർത്തു, എൻ്റെ ചിത്തം എന്നും നന്നായി നൃത്തം ചെയ്യട്ടെ. എവിടെ, എന്തിൽ നൃത്തം ചെയ്യട്ടെ? ചിതാകാശത്തിന്റെ വിസ്ഫുരണം മാത്രമെന്ന് അറിയുന്നതും നിർവചനീയമല്ലാത്ത ആകൃതിയുള്ള പരബ്രഹ്മരൂപമായ പരദേവതയിൽ. എങ്ങനെയുള്ള പരദേവത? ശ്രുതികളിലും, അതായത് വേദങ്ങളിലുള്ള അദ്വൈതപരമായ വാക്കിനെ ഉദ്ഭവിപ്പിക്കുന്നത് പോലെ വിളങ്ങുന്ന, വീണ്ടും എങ്ങനെയുള്ള പരദേവത എന്ന് പറയുന്നു? സച്ചിദാനന്ദം എന്ന ഒരേ ഒരു രസമുള്ള ആ പരദേവത എവിടെയാണ്? അഖില ജഗത്തിനും ആധാരമായി ദിക്കൊന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന, ആധാരമായ ദിക്കൊന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ എന്ന പേരുള്ള സ്ഥലത്തുള്ള ആ പരദേവത. ഇതാണ് ഞാൻ എഴുതി അയച്ചു തന്നത്. ഇപ്പൊ 2 വർഷത്തിന് മുമ്പാണ്. അപ്പൊ ഇങ്ങനൊരു അവസരത്തിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് അത് കേൾക്കാൻ പറ്റിയതിൽ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു.
പിന്നെ ശ്രമിക്കുന്നു, ഞങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഈ നരി നർത്തു എന്നുള്ള പദം വന്നപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായ എന്താണ്, നരി നൃത്തരി എന്നുള്ള യങ് ലുഗന്ധമാണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ അതിപ്പോ പൗനഃപുന്യേന അത് പറയാം, അല്ലെങ്കിൽ ഇന്റൻസീവായിട്ട് ആധിക്യത്തോടു കൂടി ഞാൻ എന്നെ നൃത്തം ചെയ്യട്ടെ എന്നുള്ള അർത്ഥം വരും എന്നുള്ളത് കൂടെ സാർ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയത്. വളരെ സന്തോഷം, നന്ദി. സാറിന്റെ വ്യാഖ്യാനം കുറ്റമറ്റ വ്യാഖ്യാനം തന്നെയാണ്. കുറ്റമറ്റ വ്യാഖ്യാനമാണ് അത് സാർ നടത്തിയിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ വാചാലമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ സമയം എടുത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാറിന്റെ വ്യാഖ്യാനത്തിൽ അതിന്റെ കാതൽ മുഴുവനായിട്ടും അടങ്ങിയിട്ടുണ്ട്. യാതൊരു കോട്ടവും അതിന് പറ്റിയിട്ടില്ല. അതൊരു ഞാൻ അങ്ങേ അഭിനന്ദിക്കാൻ ഞാൻ ആളൊന്നുമല്ല, എങ്കിലും എന്റെ മനസ്സിൽ എന്താണ്, ഒരു ആദരവ് എന്റെ മനസ്സിലുണ്ട് എന്ന് ഞാൻ അറിയിക്കട്ടെ. വളരെ വളരെ സന്തോഷം. മറ്റ് എന്തെങ്കിലും സംശയങ്ങൾ ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ ഗോപിച്ചേട്ടാ, സമയമുണ്ടോ? ചോദിച്ചേട്ടെ സാറേ. ഇന്ന് രണ്ടാമതെടുത്ത ആ ശ്ലോകത്തില് ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോ അവിടെ ഏണീ ദൃക്കോണ കർമ്മീണ ദൃശമിഹ ശിവായാസ്യ ചിത്തെ. അപ്പൊ ശിവായാഹ എന്നുള്ളത് ആദ്യത്തെ ശിവായാഹ ആ ഏണീ ദൃക്കോണ എന്നുള്ളതോട് ചേർത്ത് വരുന്നു. ഈ രണ്ടാമത്തെ ശിവായാസ്യ എന്നുള്ള ശിവായാഹ അസ്യ എന്നാണോ? ശിവായ അത് ചതുർത്ഥിയാണ്. ശിവന്റെ ചതുർത്ഥി ശിവ അല്ലെ? ശിവായ ശിവത്തിനായി മംഗളം, മംഗളത്തിനായി ഭവിക്കട്ടെ എന്നാണ് അവിടെ. വേറെ സംശയങ്ങളോ ചോദ്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് നിർമ്മാണ ഷഡ്കത്തോടുകൂടി പരിസമാപിപ്പിക്കാം. ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. വേറെ ആരും സമൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? വിദ്യാധിരാജായ മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ശ്രോത്രജിഹ്വേ ന ഘ്രാണനേത്രേ ന വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസപ്നോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്ഥപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞാ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ജ ജന്മ ന ബന്ധുർന മിത്രം ന
ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർനമേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാൻ എല്ലാവരെയും കാണാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സമാപിപ്പിക്കാം.